This is Meeneja here and welcome to Rectify English. So, നമ്മൾ ഇത് തേർഡ് വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാമറിലേക്ക് പോകുന്നതിന് മുൻപേ കുറച്ച് വേർഡ്സും കൂടെ, അതായത് കുറച്ച് ആളുകളെയും കൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു വീക്കിൽ നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപേ ആയിട്ട് വൺസ് അഗൈൻ വെൽക്കം ടു ദ തേർഡ് വീക്ക് ഓഫ് റെക്ടിഫൈ ഇംഗ്ലീഷ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പം ഈ ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കുന്നതിന് മുൻപേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുൻപേ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ആൽഫബറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അത് കാണണം. കാരണം അങ്ങനെയാണെങ്കിലേ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ബിഫോർ ദ നൗൺ ടു ഗിവ് മോർ ഡെഫിനിഷൻ ഫോർ ദ നൗൺ എന്നാണ്. അതായത് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒബിയസ്ലി യൂസ് ചെയ്യുന്നത്, അതായത് ഉപയോഗിക്കുന്നത് ഈ നൗണിൻ്റെ മുമ്പാണ്. നൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല, ബിക്കോസ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് നൗൺ അല്ലേ. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പം നൗണിൻ്റെ മുമ്പേ യൂസ് ചെയ്യുന്നതാണ് നോർമലി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണമാണ്. ഈ 3 എണ്ണം ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് 1 എന്ന് പറയുന്നത് എ ആണ്, എ. 2 എന്ന് പറയുന്നത് ആൻ. 3 എന്ന് പറയുന്നത് ദ. ഈ 3 എണ്ണമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആർട്ടിക്കിൾ തന്നെ 2 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 2 എണ്ണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. ആർട്ടിക്കിൾസിലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ബോർഡിലൂടെ കാണിച്ചു തരാം. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നത് എയും ആനും ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നത് ദ മാത്രമാണ്. ഇനി ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എയും ആനും യൂസ് ചെയ്യുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ നമുക്ക് എന്ത് വരില്ല, നമുക്ക് സ്പെസിഫിക് ആയിരിക്കില്ല. അതായത് നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു നൗണിനെ കുറിച്ച് പറയാണ്. ആ നൗണിനെ കുറിച്ച് പറയുന്ന സമയത്ത് മോസ്റ്റ്ലി അത് എന്തായിരിക്കില്ല, നമ്മൾ പറയുന്ന ആൾക്ക് അത് പെർഫെക്റ്റ്ലി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതോ ഒരു ബുക്ക്. ആ നമ്മൾ ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഈ ഒരു ബുക്ക് ഏതാണെന്നും അറിയില്ല, എങ്ങനെയാണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ ഏതോ ഒരു ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇവിടെ ദ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. അതായത് ദ ബുക്ക് എന്ന് നമ്മൾ എക്സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബുക്ക്. ഓക്കെ, അതായത് എനിക്കും കാണാം, ഞാൻ സംസാരിക്കുന്ന ഒരു റിസീവർ, അതായത് സംസാരിക്കുന്ന ഒരാൾക്കും ഈ സാധനം കാണാം, ഈ സാധനം സ്പെസിഫിക് ആണ് എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് എയും ആനും യൂസ് ചെയ്യുന്നത് നമുക്ക് എനിക്കറിയാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദ യൂസ് ചെയ്യുന്നത് എനിക്കും അറിയാം, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവർക്കും കാണാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കും അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഇനി ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഡെഫിനിറ്റ് ആർട്ടിക്കിളും നമ്മൾ പഠിക്കുമ്പം നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണിത്. അപ്പം നമുക്ക് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ബോർഡിലേക്ക് നോക്കിക്കേ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനും ആണ്. ഇനി എയും ആനും എവിടെയാണ് യൂസ് ചെയ്യുക? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കോൺസണൻസിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? അതായത് കോൺസണൻസ് AEIOU അല്ലാത്ത ബാക്കി 21 ആൽഫബറ്റ്സും കോൺസണൻസ് ആണ്. ഈ കോൺസണൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എ എന്ന് പറയുന്നത്. അതായത് ഏത് കോൺസണൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എ ആയിരിക്കും. ഇനി ഏത് വവൽ നമ്മൾ യൂസ് ചെയ്ത്, അതായത് വവൽ എന്ന് പറയുന്നത് AEIOU വിച്ച് മീൻസ് 5 ആൽഫബറ്റ്സ്. ഈ ഏത് 5 ആൽഫബറ്റ്സ് നമ്മൾ വന്നു കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആൻ ആയിരിക്കും. ഓക്കെ, അതായത് കോൺസണൻസ് വന്നു കഴിഞ്ഞാൽ എ, വവൽസ് വന്നു കഴിഞ്ഞാൽ ആൻ. കോൺസണൻസിൽ BCD ഏതാണെങ്കിലും നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. വവൽസിൽ ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും ആൻ ആണ് യൂസ് ചെയ്യുക.
ഓക്കെ. ഇനി ഒരു സ്പെഷ്യൽ കേസ് വരുന്നത്, ഓക്കെ, ഈ എച്ച് വരുന്ന സമയത്ത്, ഓക്കെ, എച്ച് വരുന്ന സമയത്ത് മാത്രം നമ്മൾ എന്താ യൂസ് ചെയ്യുക? അപ്പം അതായത് ചില വേർഡ്സ് ഉണ്ട്, ഹവർ നമ്മൾ യൂസ് ചെയ്യും, ഹോണറബിൾ. അപ്പം ഇതൊക്കെ നമുക്ക് ഫസ്റ്റത്തെ എച്ച് വേർഡ് എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് ആർ എന്നാണ് നമ്മൾ പറയുക, ഹവർ എന്നല്ല, ആർ എന്നാണ് നമ്മൾ പറയുക. അതായത് ചില പ്രൊനൗൺസിയേഷൻസിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. അതേപോലെ ഹോണറബിൾ എന്നുള്ളത് ഓണറബിൾ, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? എച്ച് ഫസ്റ്റ് വന്നു കഴിഞ്ഞാലും ഈവൻ എച്ച് സൈലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓയുടെ ആനായിരിക്കും, ആനാർ. ഓക്കെ. അപ്പം ഹവർ എന്നല്ല പ്രൊനൗൺസിയേഷൻ വരിക, ആർ എന്നാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ആനായിരിക്കും, അതായത് ആനാർ. ഓക്കെ, അനോണറബിൾ. ഓക്കെ. അപ്പം ആ ഒരു രീതിയിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രൊനൗൺസിയേഷൻസ് ഫസ്റ്റ് ഏതാണോ വരുന്നത്, അതായത് ഈ വവൽസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻ യൂസ് ചെയ്യും. പ്രൊനൗൺസിയേഷൻ ഒരു കോൺസണൻ്റ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? എ ആണ് യൂസ് ചെയ്യുക. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടോട്ടലി നമ്മളുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിക്കേ. എ ബുക്ക്, എ കാർ, എ ടീച്ചർ, എ പെൻ, എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇത്രയും ഉണ്ട്. ഇനി ആനിലേക്ക് പോവുകയാണെങ്കിൽ ആൻ ആപ്പിൾ, ഓക്കെ, ആൻ എഗ്, ആൻ അംബ്രല, ആൻ ഓറഞ്ച്, ആൻ ഐഡിയ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. അതായത് ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ബുക്ക് ഉണ്ട്. അപ്പം നമ്മൾ ബുക്സ് എന്നാണല്ലോ പറയുക, അതിൽ എസ് ഫോം നമ്മൾ ചേർക്കുമല്ലോ. ഈ കുറേ ബുക്സ് ഉണ്ടെങ്കിൽ എ ബുക്സ് എന്ന് പറയൂല. ഒറ്റൊരു സാധനത്തിനാണ് നമ്മൾ കൂടുതലും എ യൂസ് ചെയ്യുക. എ ബുക്ക്, ഒരു ബുക്ക്. ഓക്കെ, എ കാർ, ഒരു കാർ. ഓക്കെ, എ കാർസ്, എ ടീച്ചേഴ്സ്. ആ ഒരു സമയത്തൊന്നും നമ്മൾ ഏത് യൂസ് ചെയ്യൂല? എ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യൂല. ഇനി വൊവൽസിൻ്റെ സൈഡിലേക്കാണെങ്കിലും ആൻ ആപ്പിൾസ് എന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യൂല. ആൻ ആപ്പിൾ, ഓക്കെ, ആൻ ഓറഞ്ച്, ആൻ എഗ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഒരു സാധനമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കുറേ സാധനങ്ങൾ വരുന്ന സമയത്ത് ഈ ആനും എയും നമ്മൾ യൂസ് ചെയ്യൂല. ഓക്കെ, അപ്പം എയും ആനും എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നോർമലി നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ മുമ്പിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി അത് എ ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ദ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസും ദ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു കൺഫ്യൂഷൻ തീർത്തരാം. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിക്കേ. ഐ സോ എ ഡോഗ് ഇൻ ദ സ്ട്രീറ്റ്, ദ ഡോഗ് വാസ് വെരി ബിഗ്. അതായത് ഇത് ഒരൊറ്റ സെൻറ്റൻസ് ആണ്. ഇതിൽ എ ഡോഗും വരുന്നുണ്ട്, ദ ഡോഗും വരുന്നുണ്ട്. ഇത് എന്താണ്? നൗണാണ്, ഇതും നൗണാണ്. ഓക്കെ, അപ്പം നൗണിൻ്റെ മുമ്പ് എയും വന്നു, നൗണിൻ്റെ മുൻപ് ദായും വന്നു. അപ്പം ഐ സോ എ ഡോഗ്, അതായത് ഫസ്റ്റ് നമ്മൾ ഐ സോ എ ഡോഗ് എന്ന് പറയുമ്പം നമ്മളെ ഇപ്പുറത്തുള്ള ആൾക്ക് അറിയില്ല ഏത് ഡോഗാണ്, ആ ഡോഗിനെ പരിചയപ്പെടുക അങ്ങനെയൊന്നും ആ ഒരാൾ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എ ഡോഗ് ഇൻ ദ സ്ട്രീറ്റിൽ ഒരു ഡോഗിനെ കണ്ടു എന്ന് പറയുമ്പം ഇയാൾ ഈ ഡോഗിനെ കുറിച്ച് അറിഞ്ഞു. അതായത് നമ്മളുടെ അപ്പുറത്തുള്ള ആൾ ഒരു ഡോഗിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? അപ്പോൾ സ്പെസിഫിക് ആയി അവിടെ ആ ഡോഗ്, അതായത് ആ ഡോഗിനെ കുറിച്ച് മറ്റേ ആൾ അറിഞ്ഞു. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്താണ്? ദ ഡോഗ് വാസ് വെരി ബിഗ്. അപ്പോൾ സ്പെസിഫിക് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ദാലേക്കാണ് പോകുന്നത്. അപ്പം ദ ഡോഗ് വാസ് വെരി ബിഗ്. ഓക്കെ, ആ ഡോഗ്, ഓക്കെ, നമ്മൾ ഓൾറെഡി ഡോഗിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ ഡോഗ് വളരെ വലുപ്പമുള്ള ഒരു ഡോഗായിരുന്നു. അപ്പം ഇത് കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു പരിചയപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു സാധനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. ദ ഇസ് എ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ദാല് നമ്മൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സൺ, ഓക്കെ, ദ സൺ, ദ മൂൺ, ദ സ്കൈ. അതായത് സണ്ണും മൂണും സ്കൈ ഒന്നും വേറെ ഇല്ല, ഒറ്റ
ഒറ്റൊരു സാധനം മാത്രമേ ഉള്ളൂ അല്ലേ. സണ്ണ് എന്നുള്ളൊരു സാധനത്തിന് നമുക്ക് വേറെ ആരെയും വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഒരു സണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊരൊറ്റ സാധനം, ഒരൊറ്റൊന്ന് മാത്രമേ ഈ ലോകത്ത് തന്നെ ഉള്ളൂ. അതിനാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ദ സൺ, ദ മൂൺ, ദ സ്കൈ. അതേപോലെ തന്നെ ദ ഡോർ, ദ ഫാൻ, അതായത് സ്വിച്ച് ഓഫ് ദ ഫാൻ. അതായത് നമ്മൾ രണ്ടുപേരും ഒരു റൂമിലാണ്, അപ്പം മറ്റേ ആളോട് നമ്മൾ സംസാരിക്കുകയാണ്, അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ ഫാൻ യൂസ് ചെയ്യാം. കാരണം നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഫാൻ കാണുന്നുണ്ട്. അതേപോലെ ദ ഡോർ, അതായത് രണ്ടുപേരും ഒരു റൂമിലുണ്ട്, അപ്പം ആ ഡോർ മറ്റേ ആളും കാണുന്നുണ്ട്, അപ്പം ദ ഡോർ, പ്ലീസ് ക്ലോസ് ദ ഡോർ. അപ്പം അവിടെ പ്ലീസ് ക്ലോസ് എ ഡോർ നമ്മൾ യൂസ് ചെയ്യൂല. ഓക്കെ. അതേപോലെ തന്നെ ദ ഹോസ്പിറ്റൽ, അതായത് നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ മൈത്ര ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ദ മെഡിക്കൽ കോളേജ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ എയർപോർട്ട്. ഇനി അതേപോലെ തന്നെ ഇതൊന്നും അല്ല എക്സാമ്പിൾ, അല്ലാതെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. അതായത് നമുക്കറിയുന്ന മോണ്യുമെൻറ്റ്സ് ഒക്കെ അല്ലേ. മോണ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താജ്മഹൽ, റെഡ് ഫോർട്ട്, ഇതിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. അതേപോലെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ചിലത് ദ വരാറുണ്ട്. ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം ഇതിലൊക്കെ നമ്മൾ, അതായത് ഒരു സാധനമേ ഉള്ളൂ, ആ ഒരു സമയത്തും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് അറിയാം, അതായത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നുള്ളൊരു സാധനത്തിന് നമ്മൾ ഫസ്റ്റിൽ ദ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ദായും എയും ആനും, അതായത് ടോട്ടൽ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എയും ആനും ദായും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ നൗണുകൾ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ഇനി നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ബോർഡിൽ നോക്കിക്കേ, നിങ്ങളുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഐ സോ ഡാഷ് മങ്കി. ഓക്കെ. ഇവിടെ ഏതാണ് യൂസ് ചെയ്യുക? ഏത് ആർട്ടിക്കിളാണ്? ഷീ ബോട്ട് ഡാഷ് ബാഗ്. അതേപോലെ ഡാഷ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതേപോലെ ഹീ എയ്റ്റ് ഡാഷ് ഓറഞ്ച്. ഷീ ഈസ് ഡാഷ് ഡോക്ടർ. ഓക്കെ. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ റെക്ടിഫൈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾക്ക് ഇനി ആക്ടിവിറ്റീസ് റിലേറ്റഡ് അല്ല, ഈ ഒരു ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓക്കെ. അപ്പം മുമ്പുള്ള വീഡിയോസൊക്കെ കാണുക. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വരുന്ന വീഡിയോസ് ഇതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓരോ ടോപ്പിക്സിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-to-1 ട്രെയിനിങ് വേണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല പഠിക്കാൻ, അതേപോലെ തന്നെ സ്പീക്കിങ്ങിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-to-1 ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് റെക്ടിഫൈ ഇംഗ്ലീഷിൻ്റെ നമ്പർ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻക്വയറിയിൽ നമ്മളുടെ ടീം കണക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.